ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 1950 മുതൽ 1955 വരെ അച്ചടിച്ചിട്ടുള്ള ഹാഫ് അണ, അതായത് അര അണയെക്കുറിച്ചുള്ള വീഡിയോയാണ് ഈ ചെയ്യുന്നത്. അതിൻ്റെ വിവരങ്ങളിലേക്ക് നമുക്ക് പോയിട്ട് വരാം. ഇപ്പോൾ 1950 അച്ചടിച്ചിട്ടുള്ള ബോംബെ മിൻറ്റ് കോയിൻ 50 രൂപയിൽ തുടങ്ങി 600 രൂപ വരെയും, കൽക്കട്ട മിൻറ്റ് കോയിൻ 100 രൂപയിൽ തുടങ്ങി 700 രൂപ വരെയും വില ലഭിക്കുന്ന കോയിനുകളാണ്. അടുത്തതായി 1954 അച്ചടിച്ചിട്ടുള്ളത്. ആ കോയിൻസ് 50 രൂപയിൽ തുടങ്ങി 500 രൂപ വരെ ബോംബെ മിൻറ്റ് കോയിനായാലും കൽക്കട്ട മിൻറ്റ് കോയിനായാലും അതേ ഒരു റേറ്റാണ്. അടുത്തതിന് 1955 കോയിൻസിലേക്ക് വരാം. അത് റെയർ കോയിൻസാണ്. 100 രൂപയിൽ തുടങ്ങി 1500 രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ്. അടുത്തതായി ഒരണയിലേക്ക് പ്രവേശിക്കാം. ഈ ഒരിതാണ് ഈ ഒരണ കോയിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. 1950 1954 മാത്രമാണ് അച്ചടിക്കപ്പെട്ടിട്ടുള്ളത്. ഈ കോയിൻസിൻ്റെ വിലവിവരങ്ങളിലേക്ക് വന്നാൽ 1950 കോയിൻ 100 രൂപയിൽ തുടങ്ങി 1200 രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ്. 1954 കോയിൻ 75 രൂപയിൽ തുടങ്ങി 1000 രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ്. അടുത്തതായി രണ്ടണയിലേക്ക് പ്രവേശിക്കുകയാണ്. രണ്ടണയിലേക്ക് വന്നു കഴിഞ്ഞാൽ കോയിൻ്റെ മുഖപ്പടവും ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ്. നോക്കിക്കോണം. അപ്പോൾ 1950 54 55 അച്ചടിച്ചിട്ടുള്ളൂ. അതും ബോംബെയിൽ മാത്രമേ അച്ചടിക്കപ്പെട്ടിട്ടുള്ളൂ. 1950 കോയിൻ 350 രൂപയിൽ തുടങ്ങി 2500 രൂപ വരെയും, 1954 കോയിനും അതേ റേറ്റാണ്. 350 രൂപയിൽ തുടങ്ങി 2500 രൂപ വരെയും. 1955 കോയിൻ എക്സ്ട്രീംലി റെയർ ആണ്. 10000 രൂപയിൽ തുടങ്ങി 1,00,000 രൂപ വരെയുമാണ് വില ലഭിക്കുക. ഈ എക്സും എക്സ്ട്രീംലി റെയറും റെയർ കോയിനുകളും കളക്ഷൻ ഉണ്ടെങ്കിൽ ഉടനെ കൊടുക്കരുത്. വർഷം തോറും അതിൻ്റെ വില ഇരട്ടിയായി പൊങ്ങിക്കൊണ്ടേയിരിക്കും. ഇത് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ മാത്രമേ റെയറായിട്ടുള്ള കോയിനും എക്സ്ട്രീംലി റെയറായിട്ടുള്ള കോയിനും കയ്യിൽ വന്നാൽ വിൽക്കാൻ പാടുള്ളതുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.